എല്ലാവർക്കും ആര്യ സീരിയൽ സ്പോട്ട് റിവ്യൂയിലേക്ക് സ്വാഗതം. ഈ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും ഒന്ന് സപ്പോർട്ട് ചെയ്യണേട്ടോ. അങ്ങനെ രോഹിത്തും അലീനയും ശരണ്യയുടെ വീട്ടിൽ നിന്നും തിരിച്ചെത്തിയപ്പോഴത്തേക്ക് മോള് തിരിപ്പുണ്ട്. ഇന്ന് പിണങ്ങിയാണിരിക്കുന്നത്. കാണണമെന്ന് വെച്ചാൽ കൂട്ടിക്കൊണ്ട് പോകാത്തതിന്റെ വിഷമത്തിലാണ് അവരിയ്ക്കുന്നത്. അപ്പൊ അലീനയും രോഹിത്തും വന്ന് കയറിയ ഉടനെ അവർക്ക് മനസ്സിലാകുന്നില്ല, അവരെങ്ങനെ നിൽക്കുവാണ്. പിന്നെയാണ് മനസ്സിലാകുന്നത് ഇവരുടെ അടുത്തുള്ള ഒരു പിണക്കമായിട്ടാണ് കൃഷ്ണമോൾ അവിടെ ഇരിക്കുന്നതെന്ന്. ശേഷം കാണിക്കുന്ന കൃഷ്ണമോൾ ചോദിക്കുന്നുണ്ട്, എന്നെയും കൂടെ ഒന്ന് ശരണീച്ചിയുടെ വീട്ടിൽ കൊണ്ടുപോയ എന്താ സംഭവിക്കുന്നത്. പിന്നെ ആ സമയത്ത് പറയുന്നുണ്ടായിരുന്നു. സമയത്ത് അലീന പറയുവാണ് രോഹിത്തിനെയും കൂട്ടി കൊണ്ടുപോയത്. രോഹിത്തിന് കുറച്ച് കാര്യങ്ങൾ അവിടെ പറഞ്ഞു തീർക്കേണ്ടതായിട്ടുണ്ടായിരുന്നു, അതാ രോഹിത്തിനെയും വിളിച്ചിട്ട് പോയതെന്ന്. പിന്നെ ആ വീട്ടുകാരെ കൂടെ ഒന്ന് രോഹിത്തിന് പരിചയപ്പെടുത്താൻ കൂടിയാണ് കൊണ്ടുപോയതെന്നും പറയുന്നുണ്ട്. അവര് എങ്ങനെയുള്ള ആൾക്കാരെന്നൊക്കെ പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് കൊണ്ടുപോയതെന്ന് പറയുന്നുണ്ട്. ശേഷം കൃഷ്ണമോളെ ചോദിക്കുകയാണ്, എങ്ങനെയാ രോഹിയേട്ടനെ അടി കിട്ടിയിട്ടുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട്. തനീനെ പറയാണ് രോഹിക്ക് അടിയൊന്നും കിട്ടിയിട്ടില്ല. അങ്ങനെ പറയുമ്പോഴത്തേക്ക് കൃഷ്ണമോൾക്ക് അവന് ഭയങ്കര അതിശയമാണ് തോന്നുന്നത്. എന്നിട്ട് കൃഷ്ണമോളെ ചോദിക്കുവാണ്, അടിയൊന്നും കിട്ടിയില്ലേ അപ്പോ. തനീനെ ചോദിക്കുവാണ്, നിനക്കിപ്പോ അവന് അടി കിട്ടാത്തതാണോ പ്രശ്നം. എന്നിട്ട് അതിനുശേഷം പറയുവാണ്, ഞാൻ അവിടെ പോയി എല്ലാവരോടും സംസാരിച്ചു എന്ന് അവരോട് മാപ്പ് പറയുകയും ചെയ്തു. ഇവിടെയുള്ള എല്ലാവരും നല്ല ആൾക്കാരാണ്, നല്ല സ്നേഹമുള്ള ആൾക്കാരാണെന്നൊക്കെ രോഹിത് പറയുന്നുണ്ട് കൃഷ്ണമോളടുത്ത്. നിങ്ങളോടൊക്കെ നല്ല സ്നേഹത്തോടെയാണ് അവർ പെരുമാറിയത് എന്നൊക്കെ രോഹിത് പറയുന്നുണ്ട്. രോഹിത് ഈ കാര്യങ്ങളൊക്കെ പറയുന്നെങ്കിലും ഭയങ്കര അതിശയത്തോടു കൂടി ആണ് പറയുന്നത്. ചെന്ന് കയറിയതിനു ശേഷം അവർ ഒരു കാര്യം മോശമായിട്ട് പെരുമാറിയിട്ടില്ല രോഹിത്തിനോട്. അതുകൊണ്ട് തന്നെ രോഹിത്തിന് അത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് അവരെല്ലാവരെയും. അതിനുശേഷം കൃഷ്ണമോള് ചോദിക്കുവാണ്, ശരണേച്ചിയോട് സംസാരിച്ചോന്ന്. ആ ശരണയോട് സംസാരിച്ചു, എന്ത് പ്രശ്നമുണ്ടെങ്കിലും എന്നോട് ഷെയർ ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞിരുന്നു. പിന്നെ രോഹിത് പറയുമ്പോഴത്തേക്ക് കൃഷ്ണമോൾക്ക് ഭയങ്കരമായിട്ട് സന്തോഷം തോന്നുന്നുണ്ട്. അതിനുശേഷം കൃഷ്ണമോള് പറയുവാണ്, എന്നെ കൊണ്ടുപോയില്ലെങ്കിലും നിങ്ങൾ പോയ കാര്യങ്ങളെല്ലാം നടന്നല്ലോ എന്ന് ചോദിക്കുന്നുണ്ട്. അതിനുശേഷം കൃഷ്ണമോള് ചോദിക്കുന്നുണ്ട്, രണ്ടാൾക്കും കുടിക്കാൻ എന്താ വേണ്ടത്, ജ്യൂസ് ആണോ ചായ ആണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അതിനുശേഷം അലീന ചായ വേണമെന്ന് പറയും, രോഹിത് പറയും ലൈം ജ്യൂസ് വേണമെന്ന് പറയും. സമയത്ത് കൃഷ്ണമോള് പറയുന്ന, രണ്ടാൾക്കും രണ്ടായിട്ടും എടുക്കാൻ പറ്റത്തില്ല, എന്തായാലും ചായ എടുക്കാം, കവിതേച്ചി അവിടെ ചായ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട്. അതിനുശേഷം കാണിക്കുന്നതെന്ന് വെച്ചാൽ അലീന നേരെ ബബിതയുടെ അടുത്തേക്ക് പോകുന്നുണ്ട്. അലീന പോകുന്ന സമയത്ത് ബബിതയാണെങ്കിൽ ഡ്രസ്സെല്ലാം അടുക്കി വെച്ചുകൊണ്ട് നിൽക്കുവാണേ. ശേഷം ബബിതയോട് സംസാരിക്കുന്നുണ്ട്, എന്താ തിരക്കിലാണോ. കുറച്ച് പണിയുണ്ട്, അതൊക്കെ തീർക്കണം. അങ്ങനെ ബബിത അലീനയോട് പറയുന്നുണ്ട്. അതിനുശേഷം അലീന പറയുവാണ്, കൃഷ്ണമോളെ കൂട്ടിക്കൊണ്ട് പോകാത്തുണ്ട്, ഇപ്പൊ കൃഷ്ണമ്മയുടെ വായിൽ നിന്ന് ഒരുപാട് കേട്ടിട്ടുണ്ട്, ഇനി നിനക്ക് എന്തെങ്കിലും പറയാനുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട് അലീന. സമയത്ത് ബബിത പറയുവാണ്, ഞാൻ എന്തിനാ ഇങ്ങനെ വെറുതെ അഹങ്കാരമൊക്കെ കാണിക്കുന്നത്, എനിക്ക് അങ്ങനെയൊന്നുമില്ല, ഞാൻ എന്റെ ജോലി ചെയ്തു തീർക്കട്ടെ എന്ന് ബബിത പറയുന്നുണ്ട്. ഡ്രസ്സ് വീണ്ടും മടക്കി വെച്ചുകൊണ്ടിരിക്കുവാണേ ബബിത. സമയത്ത് അലീന ചോദിക്കുവാണ്, പോയ കാര്യത്തിനെ പറ്റിയൊന്നും ചോദിച്ചില്ലല്ലോ എന്ന് ചോദിക്കുന്നുണ്ട്. ശേഷം ചോദിക്കാണ് ബബിത, പോയ കാര്യം എന്തായി. സമയത്ത് അലീന പറയുവാണ്, നിന്റെ ജോലിയുടെ ഇടയ്ക്ക് ഞാൻ ബുദ്ധിമുട്ടിക്കില്ല, ഞാൻ പോകട്ടെ എന്ന് ചോദിക്കുന്നുണ്ട്. സമയത്ത് ബബിത പറയുവാണ്, എന്നാ പിന്നെ ഞാൻ ജോലി ചെയ്തോളാം. സമയത്ത് അലീന പറയുവാണ്, ഞാൻ പറയാൻ പോകുന്നത് കേട്ടിട്ട് നീ അങ്ങനെ ഇനിയിപ്പോ ജോലി ചെയ്താൽ മതി എന്ന് പറയുന്നുണ്ട്. ശേഷം ബബിത പോയ കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട്. അതിനുശേഷം ബബിത പോയ കാര്യത്തിനെ പറ്റിയെല്ലാം ചോദിക്കുന്നുണ്ട്. ഇത് ചോദിക്കുവാണ്, എങ്ങനെയാ അടിയൊക്കെ കിട്ടിയോ എന്ന് ചോദിക്കുന്നുണ്ട്. സമയത്ത് അലീന പറയുവാണ്, അടിയൊന്നും കിട്ടിയിട്ടില്ല, അല്ലെങ്കിൽ തന്നെ ഞാൻ കൂടെ ഉള്ളപ്പോൾ അവന്റെ ദേഹത്ത് ആരെങ്കിലും കൈവയ്ക്കുമോ എന്ന് ചോദിക്കുന്നുണ്ട്. സമയത്ത് ബബിത പറയുവാണ്, എല്ലാവരുടെയും അടി ഒരുമിച്ച് വാങ്ങാൻ തയ്യാറായ ആളാണല്ലോ കൂടെ പോയത്, അതുകൊണ്ട് രോഹിയേട്ടനെ അടി കിട്ടത്തില്ല എന്ന് ബബിത പറയുന്നുണ്ട്. രണ്ടിട്ട് നല്ല തമാശയോടെയാണ് ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്. ശേഷം ബബിത പറയുവാണ് അലീനയോട്, എന്നാ പിന്നെ പോയി ഫ്രഷ് ആയിട്ട് വാ, ചായയും സ്നാക്സ് ഒക്കെ എടുത്ത് വെക്കാന്ന് പറയുന്നുണ്ട്. എന്നിട്ട് ബബിതയെ വിളിച്ചിട്ട് അലീന ഒരു ഡ്രസ്സ് കൊടുക്കുന്നുണ്ട്. സമയത്ത് ബബിത പറയണം, അത് എവിടെയെങ്കിലും വെച്ചേക്കാന്ന് പറയുന്നുണ്ട്. ശേഷം ബബിത ആ ഡ്രസ്സിനെ വാങ്ങിച്ചിട്ട് അവിടെ കട്ടിൽമേലെ ഇടുന്നുണ്ട്. അത് അലീനയ്ക്ക് ഭയങ്കരമായിട്ട് വിഷമാകുന്നുണ്ട്. ശേഷം ബബിത പറയുവാണ്, എനിക്ക് കുറച്ച് പണിയുണ്ട്, അതൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ തുറന്നു നോക്കാന്ന് പറയുന്നുണ്ട്. എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല ആ ഡ്രസ്സ് എടുത്ത് ബെഡിലിട്ടത്. കടായിട്ട് അലീന അങ്ങ് റൂമിലേക്ക് പോകുന്നുണ്ട്. പിന്നെ അവിടെ നിന്ന് പോയി കഴിയുമ്പോഴത്തേക്ക് ബബിത പോയിട്ട് ഓടിച്ചെന്ന് ആ ഡ്രസ്സ് എടുത്ത് നോക്കുന്നുണ്ട്. ഭയങ്കര സന്തോഷമായിട്ട് നിൽക്കുകയാണ് ആ ഡ്രസ്സ് കണ്ടപ്പോ ബബിത. ഡ്രസ്സ് എന്തായാലും ബബിതയ്ക്ക് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞു. ബബിതയുടെ മുഖം കാണുമ്പോൾ തന്നെ അത് മനസ്സിലാകും, ഭയങ്കര സന്തോഷമായി അവൾക്ക് ആ ഡ്രസ്സ് കണ്ടപ്പോൾ. ആ ഡ്രസ്സും ചേർത്ത് പിടിച്ച് നിൽക്കുന്നുണ്ട് ബബിത.
ശേഷം കാണിക്കുന്നതെന്ന് വെച്ചാൽ അലീന ബാലചന്ദ്രന് മരുന്നൊക്കെ എടുത്ത് കൊടുക്കുന്നുണ്ട്. ശേഷം ബാലചന്ദ്രനോട് അലീന പറയുവാണ് എനിക്ക് ഇവിടെ നിന്ന് പോകാനുള്ള സമയമായി. സമയത്ത് ബാലചന്ദ്രൻ ചോദിക്കുവാണ് അതെന്താ നീ ഇപ്പൊ ഇങ്ങനെ പറയുന്നത്? ബാലചന്ദ്രൻ പറയുവാണ് നിന്നോടിപ്പോ ഈ വീട്ടിലുള്ള എല്ലാവർക്കും നല്ല സ്നേഹമാണല്ലോ, എന്തിനാ നീ ഇവിടെ നിന്ന് പോകുന്നത്? പിന്നെ ബാലചന്ദ്രൻ ചോദിക്കുമ്പോ അലീന പറയുവാണ് ഞാൻ കാരണമാണ് മാഡം ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയത്. മാഡം ഇറങ്ങിപ്പോകാൻ കാരണം ഞാനാണെന്നാണ് പറയുന്നത്. കൊണ്ട് തന്നെ ഞാൻ ഇവിടെ നിന്നാൽ ശരിയാവത്തില്ല, എനിക്ക് അതുകൊണ്ട് പോയേ പറ്റത്തുള്ളൂ എന്നൊക്കെ അലീന പറഞ്ഞത് കേട്ടപ്പോൾ ബാലചന്ദ്രൻ പറയുവാണ് ഇവിടെ നിന്ന് പോയാൽ തീരാവുന്ന പ്രശ്നമാണോ ഇത്? ഇവിടെ നിന്ന് പോയിട്ടുണ്ടെങ്കിൽ ഇവിടുത്തെ പ്രശ്നങ്ങളെല്ലാം തീരുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? ഒരു മറുപടി അലീന പറയുവാണ് ഇവിടെ നിന്ന് പോയാലേ പറ്റത്തുള്ളൂ, എന്നാലേ മാഡം ഇങ്ങോട്ടേക്ക് തിരിച്ചെത്തത്തുള്ളൂ. കുട്ടികൾക്ക് എന്തായാലും അവരുടെ അമ്മയെ തിരിച്ചു വേണമല്ലോ, അതുകൊണ്ട് തന്നെ ഞാൻ ഇവിടുന്ന് പോയാലേ ഇതിനെല്ലാം ഒരു പരിഹാരം ആവത്തുള്ളൂ എന്ന് അലീന പറയുവാണ്. ഈ പറയുന്നത് കേട്ടപ്പോൾ ബാലചന്ദ്രന് ഒന്നും ഇഷ്ടപ്പെടുന്നില്ല. ബാലചന്ദ്രന് സമ്മതിച്ചു കൊടുക്കാൻ പറ്റുന്ന കാര്യങ്ങളൊന്നും അല്ല അലീന പറഞ്ഞത്. അലീന അവിടെ നിന്ന് പോയിട്ടുണ്ടെങ്കിൽ ബാലചന്ദ്രൻ ഒരു കുടുംബയോഗം വിളിച്ച് ഇതിന് ആരാണെന്നുള്ള സത്യമെല്ലാം വിളിച്ചു പറയുമെന്ന് ബാലചന്ദ്രൻ അലീനയോട് പറയുന്നുണ്ട്. സമയത്ത് അലീന പറയുവാണ് അച്ഛൻ അങ്ങനെയൊന്നും പറയരുത്, അച്ഛൻ ഒന്ന് ക്ഷമിക്കണം, കുറച്ചു കഴിയുമ്പോൾ എല്ലാം ശരിയാകുമെന്ന് പറയുന്നുണ്ട് അലീന. ഞാൻ കാരണമാണല്ലോ ഇവിടെ ഇത്രയും വലിയ പൊട്ടിത്തെറി ഉണ്ടായത്. ഞാൻ എൻ്റെ ജന്മരഹസ്യം സൂക്ഷിക്കണമായിരുന്നു, അതെന്റെ കയ്യിൽ നിന്നും ചോർന്നു പോയി. അത് ആരാണോ അറിയേണ്ട ആള്, ആ ആള് തന്നെ ആദ്യം അറിഞ്ഞു. അത് എന്റെ തെറ്റാണ്, എന്റെ കയ്യിൽ നിന്ന് പറ്റിയ തെറ്റാണ് അത്. സമയത്ത് ബാലചന്ദ്രന് സമ്മതിക്കുന്നുണ്ട് അത് ശരിയാണെന്നുള്ള കാര്യം. ശേഷം അലീന പറയുവാണ് ഈ കുടുംബം പഴയതുപോലെ ശരിയാക്കേണ്ടതും എന്റെ കടമയാണ്, അത് ഞാൻ ചെയ്തിരിക്കും. അലീന പറയുന്നുണ്ട് എന്റെ ഉദ്ദേശം എന്താണെന്നുള്ളത് അച്ഛൻ മനസ്സിലാക്കണം. എല്ലാവരും ഒത്തൊരുമയോടെ പഴയതുപോലെ കഴിയണം, ഇത് മാത്രമേ എനിക്ക് ആഗ്രഹമുള്ളൂ. അല്ലാതെ ഈ കുടുംബം രണ്ടായി പിളർന്നിട്ട് അതിന്റെ വിഷമത്തോടെ ഇരിക്കാൻ എനിക്ക് കഴിയത്തില്ല എന്നൊക്കെ അലീന പറയുമ്പോഴത്തേക്ക് ബാലചന്ദ്രൻ ചോദിക്കുകയാണ് അപ്പോ നീ പോകാൻ തീരുമാനിച്ചോ? പോകാൻ തന്നെ തീരുമാനിച്ചിട്ടാണല്ലേ നീ ഇതൊക്കെ പറയുന്നതെന്ന് ബാലചന്ദ്രൻ ചോദിക്കുന്നുണ്ട്. പോയി കഴിഞ്ഞാൽ എന്റെ മക്കൾ എന്നോട് ചോദിക്കും ഈ ഒരു അവസ്ഥയിൽ ഒരച്ഛനും മക്കളെ ഇങ്ങനെ കൈവിടില്ല, ഇനി ഞാൻ എന്ത് മറുപടി പറയും, അത് നീ പറഞ്ഞിട്ടാ അലീന എന്ന് ബാലചന്ദ്രൻ അലീനയോട് ചോദിക്കുന്നുണ്ട്. ആ സമയത്ത് അലീന പറയുന്നുണ്ടായിരുന്നു അച്ഛന്റെ മകളല്ല ഞാൻ എന്ന കാര്യം കൃഷ്ണമോൾക്ക് അറിയാം, രോഹിത്തിനും അറിയാം എന്ന് പറയുമ്പോഴത്തേക്ക് ബാലചന്ദ്രൻ അത് ഷോക്കാണ്. അവരെങ്ങനെ അറിഞ്ഞു എന്ന് അലീനയോട് ബാലചന്ദ്രൻ ചോദിക്കുന്നുണ്ട്. ആ സമയത്ത് അലീന പറയുവാണ് എന്റെ നിവർത്തികേട് കൊണ്ട് എനിക്കത് പറയേണ്ടി വന്നു. ആ സമയത്ത് ബാലചന്ദ്രൻ ചോദിക്കുവാണ് ഇപ്പോ ഞാൻ ആരായി? നിന്നെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ ഒരു കള്ളക്കഥ പറഞ്ഞത്. ഇപ്പോ ഞാൻ നട്ടാ കുരുക്കാത്ത ഒരു കള്ളത്തരം പറഞ്ഞ ആളായില്ലേ എന്ന് ബാലചന്ദ്രൻ ചോദിക്കുവാണ്. ബാലചന്ദ്രനാണെങ്കിൽ ആകെ ദേഷ്യം വരുന്നുണ്ട് അലീനയോട്. രഹസ്യം പറഞ്ഞത് കൊണ്ടാണ് ബാലചന്ദ്രന് ദേഷ്യം തോന്നുന്നത്. പോകേണ്ട വഴിയെല്ലാം തെളിച്ചു വെച്ചിട്ടാണ് നീ ഇപ്പൊ എന്നോട് ചോദിക്കാൻ വന്നതല്ലേ എന്ന് ബാലചന്ദ്രൻ ചോദിക്കുന്നുണ്ട് അലീനയോട്. ബാലചന്ദ്രൻ ചോദിക്കുകയാണ് ഇപ്പോൾ ഞാൻ ആരായി എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ബാലചന്ദ്രൻ ഒരു ദേഷ്യത്തോടു കൂടി തന്നെയാണ് അലീനയോട് സംസാരിക്കുന്നത്. എന്നിട്ട് ബാലചന്ദ്രൻ ചോദിക്കുവാണ് നിന്നെ ഞാൻ എങ്ങനെയാ കണ്ടത്, സ്വന്തം മകളെ പോലെയല്ലേ കൂടെ നിർത്തിയതെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. എന്നിട്ട് നീ തന്നെ ഇപ്പോ അച്ഛനെ തള്ളി പറഞ്ഞല്ലേ എന്ന് ബാലചന്ദ്രൻ ചോദിക്കുവാണ്. ബാലചന്ദ്രന് ദേഷ്യവും സങ്കടവും എല്ലാം ഒന്നിച്ച് വരുന്നുണ്ട് ആ സമയത്ത്. എന്നിട്ട് അലീന പറയുവാണ് മാഡം ഇങ്ങോട്ടേക്ക് വന്നിട്ട് എല്ലാ കാര്യങ്ങളും ശരിയാകും എന്ന് പറയുന്നുണ്ട് ബാലചന്ദ്രനോട്. അതിനുശേഷം അലീനയോട് ബാലചന്ദ്രൻ പറയുവാണ് നീ ഇവിടെ നിന്ന് പോയി കഴിഞ്ഞിട്ട് വൈജയന്ത് ഇവിടേക്ക് വിജയശ്രീ ലാളിതയായിട്ട് വരുന്നത് എനിക്ക് കാണാൻ പറ്റുന്ന കാര്യമല്ല, അത് നടക്കുന്ന കാര്യമല്ല എന്ന് തന്നെ ബാലചന്ദ്രൻ അലീനയോട് പറയുന്നുണ്ട്. വൈജയോട് ക്ഷമിക്കാൻ പറ്റത്തില്ല എന്ന് തന്നെയാണ് ഉറപ്പിച്ച് പറയുന്നത് ബാലചന്ദ്രൻ. ആ സമയത്ത് അലീന പറയുവാണ് അച്ഛൻ പറയാറില്ലേ അച്ഛൻ തന്നെയാണ് ഇപ്പോൾ ജയിച്ചു നിൽക്കുന്നത് എന്ന് അലീന പറയുന്നുണ്ട്. മേഡത്തിനെ നിലക്കി നിർത്താനുള്ള സൂത്രം അച്ഛന്റെ കയ്യിൽ ഉണ്ടെന്നൊക്കെ അച്ഛൻ തന്നെ പറയാറില്ലേ. ബാലചന്ദ്രനെ 22 വർഷം വരെ വൈജയന്തി ചതിച്ച എന്ന കാര്യം അലീനയ്ക്ക് അറിയാലോ. ആ സമയത്ത് എടുത്തു പറയുന്നുണ്ട് പ്രസ്ഥാനം എന്റെ ഇതിനനുസരിച്ചാണ് പോയിക്കൊണ്ടിരുന്നത്, ഈ വൈജയുടെ അനുസരിച്ച് നിൽക്കാം എന്ന് തന്നെ പറയുന്നുണ്ട്. ആ സമയത്ത് അലീന പറയുവാണ് ഞാൻ ഇവിടെ നിന്ന് പോയിക്കോളാന്ന് തന്നെ പറയുന്നുണ്ട്. പിന്നെ ഇങ്ങനെ പറയുന്നത് കേൾക്കുമ്പോൾ വിഷമിച്ച് നിൽക്കുന്ന ബാലചന്ദ്രനെയാണ് കാണിക്കുന്നത്. ബാലചന്ദ്രൻ പറയുവാണ് നീ എല്ലാ വഴിയും തെളിച്ചു വെച്ചിട്ടാണ് എന്നോട് സംസാരിക്കുന്നത്, ഇനിയിപ്പൊ നീ എന്തായിരുന്നാലും പൊയ്ക്കോ എന്ന് തന്നെ പറയുന്നുണ്ട് ബാലചന്ദ്രൻ. നീ പോകുന്നെങ്കിൽ പൊയ്ക്കോ, ഞാൻ തടസ്സം പറയുന്നില്ല എന്ന് തന്നെ പറയുന്നുണ്ട്.
ബാലചന്ദ്രൻ നല്ല വിഷമത്തോടും ദേഷ്യത്തോടും പറയുന്നത് കേൾക്കുമ്പോൾ അലീനയ്ക്കും വിഷമാകുന്നുണ്ട്. അലീന വീണ്ടും പറയുവാണ്, അച്ഛൻ എന്റെ ഉദ്ദേശശുദ്ധി മനസ്സിലാക്കണം എന്ന് തന്നെ പറയുന്നുണ്ട്. രോഹിത് അറിഞ്ഞല്ലോ ബാലചന്ദ്രന്റെ മകളാണ് ബാലചന്ദ്രന്റെ മകളല്ല അലീന എന്ന കാര്യം. ഒക്കെയാണ് ബാലചന്ദ്രന് കൂടുതലായിട്ട് വിഷമം മനസ്സിലുണ്ടാക്കാൻ കാരണം. അലീന വീണ്ടും ഓരോന്ന് പറയാൻ നിൽക്കുന്ന സമയത്ത് അലീനയോട് പൊയ്ക്കോളാൻ തന്നെ ബാലചന്ദ്രൻ പറയുന്നുണ്ട്. പൊയ്ക്കോന്ന് പറയുന്നുണ്ട്. ഇനിയൊന്നും പറയണ്ടെന്ന് തന്നെ പറയുന്നുണ്ട് അലീനയോട്. നീ പൊയ്ക്കോന്ന് തന്നെ പറയുന്നുണ്ട്. ബാലചന്ദ്രനും ഭയങ്കരമായിട്ട് വിഷമാകുന്നുണ്ട്. അതുപോലെ തന്നെ അലീനയ്ക്കും അങ്ങനെ തന്നെയാണ്. അലീന തിരിച്ച് പോകുന്നുണ്ട് റൂമിൽ നിന്നും. സ്റ്റെപ്പ് ഇറങ്ങിക്കൊണ്ട് ഇരിക്കുമ്പോൾ തന്നെ അലീന വിഷമിച്ചുകൊണ്ടാണ് ഇറങ്ങുന്നത്. പിന്നെ അങ്ങോട്ടേക്ക് വരുമ്പോഴത്തേക്ക് ബബിത ഇത് കാണുന്നുണ്ട്, അലീന കരഞ്ഞും കൊണ്ട് ഇറങ്ങി വരുന്നത്. പിന്നെ താഴേക്ക് ഇറങ്ങി വരുമ്പോ ബബിത ചോദിക്കുവാണ്, എന്തിനാ അലീന ചേച്ചി കരഞ്ഞത്? അച്ഛനുമായിട്ട് എന്തെങ്കിലും പ്രശ്നമുണ്ടായോ, എന്തെങ്കിലും വഴക്കുണ്ടായോ എന്ന് ചോദിക്കുമ്പോൾ അലീന പറയുവാണ്, ഇല്ല. അലീന പറയുവാണ് ഒരു പ്രശ്നം ഇല്ലെന്നാണ് ബബിതയോട് അലീന പറയുന്നത്. പക്ഷെ ബബിതയ്ക്ക് അറിയാമല്ലോ, ഞാൻ കരഞ്ഞിട്ട് കണ്ണു തുടയ്ക്കുന്നത് കണ്ടായിരുന്നു ബബിത. ആ സമയത്ത് അലീനയോട് പറയുന്നുണ്ടായിരുന്നു, വളർന്നു പോയാലും സത്യം പറയരുത് കേട്ടോ. മറ്റുള്ളവർക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാൽ അത് ഓടി നടന്ന് സോൾവ് ചെയ്യാൻ ശ്രമിക്കും. എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ അത് മനസ്സിലുള്ളത് തുറന്നു പറയരുത്. ബബിത കുറച്ച് ദേഷ്യത്തിൽ തന്നെയാണ് അലീനയോട് സംസാരിക്കുന്നത്. അലീന ഒന്നും മിണ്ടാതെ റൂമിലേക്ക് കയറി പോയിട്ട് ഡോറങ്ങ് അടയ്ക്കും. അപ്പോ ബബിതയ്ക്ക് മനസ്സിലാകുകയാണ് എന്തോ പ്രശ്നമുണ്ടെന്ന്. അതിനുശേഷം ബബിത നേരെ രോഹിത്തിന്റെ അടുത്തും കൃഷ്ണമോളുടെ അടുത്തേക്കുമാണ് പോയത്. കൃഷ്ണമോളും രോഹിത്ത് അവിടെ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയമാണ്. എന്നിട്ട് ബബിത പറയുവാണ്, അലീനേച്ചി കരഞ്ഞോണ്ട് അച്ഛന്റെ റൂമിൽ നിന്ന് ഇറങ്ങി വരുന്നത് കണ്ടു എന്ന് പറയും. എന്താ പ്രശ്നം ഉണ്ടായതെന്ന് ചോദിക്കുന്നുണ്ട് കൃഷ്ണമോളും രോഹിത്തും. ചേച്ചി ചോദിച്ചില്ലേ അലീനേച്ചിയോട് എന്താ പ്രശ്നമെന്ന്? ആ സമയത്ത് ബബിത പറയുവാണ്, ചോദിച്ചാലും പറയത്തില്ല, ഞാൻ ചോദിച്ചപ്പോൾ കരഞ്ഞിട്ടില്ല എന്നാ പറഞ്ഞത്. നമ്മൾ ആ സമയത്ത് പറയുവാണ്, അലീന ചേച്ചി പോകുന്നത് അച്ഛനോട് പറഞ്ഞിട്ടുണ്ടാവും, അപ്പോൾ അച്ഛൻ സമ്മതിച്ചു കാണത്തില്ല, അതുകൊണ്ടായിരുന്നു കരഞ്ഞതെന്ന് പറയുന്നുണ്ട്. അച്ഛനും അമ്മയും പറഞ്ഞാൽ അനുസരിക്കണമെന്ന് നമുക്ക് പറഞ്ഞു തന്ന ചേച്ചിയല്ലേ, അച്ഛന്റെ മകളല്ലേ അലീന ചേച്ചി, അപ്പോൾ അച്ഛൻ പറഞ്ഞത് അനുസരിക്കണ്ടേ? സമയത്ത് രോഹിത്ത് പറയുവാണ്, അതിന് അച്ഛന്റെ മകളായാലല്ലേ കേൾക്കേണ്ടത്, അതിന് അച്ഛന്റെ മകളല്ലല്ലോ എന്ന് രോഹിത്ത് പറഞ്ഞത് കേൾക്കുമ്പോൾ ബബിത രോഹിത്തിനെ നോക്കുന്നുണ്ട്. ആ സമയത്ത് ബബിത ചോദിക്കുവാണ്, അലീന ചേച്ചി അച്ഛന്റെ മകളല്ലെന്നോ അല്ലേ എന്ന് ചോദിക്കുമ്പോൾ രോഹിത്ത് പറയുവാണ്, അല്ല. ഞെട്ടലോടുകൂടി നോക്കി നിൽക്കുന്ന ബബിതയെ കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ ഈ എപ്പിസോഡ് കഴിയുന്നത്. ഈ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ.